ഹായ്. സോ ടുഡേ ഞാൻ ഇപ്പോൾ ഞാൻ ഒരു ട്രേഡ് ജയിച്ചിട്ടുണ്ട് 1:1.3 റിസ്ക് റിവാർഡ് എടുത്തിട്ട്. സോ ഞാൻ ഇന്ന് എങ്ങനെ ട്രേഡ് എടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വൈ ഐ ടു ബുള്ളിഷ് ട്രേഡ്. ഇവിടെ കണ്ടോ മാർക്കറ്റ് ഇത്രയും വലിയ റിജക്ഷൻ വന്നായിരുന്നു. ഈവൻ ദോ അങ്ങനെ ആയാലും ഞാൻ എന്തുകൊണ്ടാണ് ബുള്ളിഷ് കോൺഫിഡൻസ് ഞാൻ എടുത്തിരുന്നത്. ഓക്കെ, ബുള്ളിഷ് ട്രേഡ് എന്തിനാണ് എടുത്തേക്കണം എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഈ ട്രേഡ് കണ്ടോ, ഈ ട്രേഡിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു വലിയൊരു പിക്ക് ഉണ്ട് റിജക്ഷൻ. പക്ഷെ നമുക്ക് ആ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായില്ല. ബട്ട് എനിക്ക് ഇവിടെ കണ്ടോ ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്നായിരുന്നു, ലൈക്ക് വിച്ച് മീൻസ് ദാറ്റ് ഓർഡർ ഫ്ലോ ഈസ് ചേഞ്ച്ഡ്, ലൈക്ക് പോസിബിലിറ്റിൻ്റെ ചേഞ്ച് ആവുന്നു. ദെൻ സെക്കൻഡ് ഇൻഡിക്കേഷൻ ഇസ് ദാറ്റ് ഇവിടെ ലണ്ടൻ സെഷൻ ലോസ് മാത്രമേ ഉള്ളൂ, ഈ ഒരു ഹൈ ടൈം ഫ്രെയിം ഡ്രോസേ ഉള്ളൂ. ഓക്കെ, ബാക്കി മുകളിൽ നോക്കിയേ 1, 2, 3 ഉണ്ട്, പ്ലസ് ഇതും കൂടി വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് എനിക്ക് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിന് റീടെസ്റ്റ് ചെയ്തായിരുന്നു മാർക്കറ്റ്. ഇപ്പോൾ റീടെസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്താ, സാധാരണ മുന്നോട്ടല്ലേ പോണേ ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നെ. കാരണം ഈ സാധനം ഓർഡർ ഫ്ലോ ബുള്ളിഷ് ആണ്. സോ ഐ വിൽ ബി ലുക്കിംഗ് ഫോർ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇത് ഇൻവേഴ്സ് ആയില്ല. ദെൻ ഇങ്ങനെ എടുത്തായിരുന്നു. ഓക്കെ, ദെൻ എനിക്ക് നേരെ 5 മിനിറ്റിൽ പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഇൻവേഴ്സ് ആയി. ഓക്കെ, ഇവിടെ കണ്ടോ, ലൈക്ക് ഇറ്റ് ട്രൈ ടു ഗോ ഡൗൺ, ഇവിടെയൊക്കെ സ്വീപ്പ് ചെയ്തു. ദാറ്റ്സ് വാട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് മീൻസ്. ഇതൊക്കെ ഈ റോസ് ഒക്കെ സ്വീപ്പ് ചെയ്തു. ദിസ് ഇസ് ഹൈ ടൈം ഫ്രെയിം. ഈവൻ ദോ ദാറ്റ് ട്രൈ ടു സ്വീപ്പ് ദാറ്റ് 5 മിനിറ്റ് ലോസ്, മനസ്സിലായി, 5 മിനിറ്റ് ലോസ് ഒക്കെ സ്വീപ്പ് ചെയ്തു. ദെൻ മാർക്കറ്റിന് ഇവിടെ ഇവിടെ ആവശ്യമില്ല, മുന്നോട്ടല്ല പോകണ്ട, കാരണം ബയസ് ഇസ് ബുള്ളിഷ്. ഇഫ് യു ഹാവ് ടേക്കൻ ട്രേഡ് ഹിയർ യു മൈഡ് ഹാവ് ലോസ്റ്റ്, ബിക്കോസ് ബയസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഈ മാർക്കറ്റ് ഇപ്പോൾ കറന്റ് മേക്കിംഗ് എൻ SMT ഡൈവേർജൻസ്. ഈ ആഴ്ച മാർക്കറ്റ് ഭയങ്കര ട്രിക്കി ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ ടുക്ക് സ്മോൾ റിസ്ക് റിവാർഡ്, ബട്ട് ഐ വോൺ. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ SMT ഉണ്ടാകുന്നുണ്ട്. സോ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഇറ്റ്സ് ഗോണ ഗോ ഡൗൺ. ഓക്കെ, ബിക്കോസ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഹൈ ടൈം ഫ്രെയിം ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുമ്പോൾ തന്നെ യു നീഡ് ടു നോട്ട് ദാറ്റ് ഇൻ ലോ ടൈം ഫ്രെയിം ഇറ്റ്സ് ഗോണ ബി ചോപ്പി മോസ്റ്റ് ഓഫ് ദ കേസ്. ഓക്കെ, ഈ സ്ഥാനത്ത് കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്, ലൈക്ക് മനസ്സിലായില്ലേ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും ട്രേഡ് എടുക്കരുത്, എൻ്റർ ചെയ്യരുത്, ബിക്കോസ് ഇറ്റ്സ് ഗോണ ബി ചോപ്പി. ഓക്കെ, ഇപ്പോൾ ഇവിടെ കണ്ടോ ഈ ഗ്യാപ്പിനെ ഇൻവേഴ്സ് ചെയ്തു കണ്ടോ, ഈ മാർക്കറ്റ് കണ്ടോ ഇവിടെ ഇൻവേഴ്സ് ചെയ്തു. പെർഫെക്റ്റ് ആണ് എപ്പോഴെന്ന് വെച്ചാൽ ഇത് ഇൻവേഴ്സ് ചെയ്തു, ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയാലാണ്. ബിക്കോസ് ട്രെൻഡ് ഇസ് ഗോയിങ് ബെയറിഷ് ട്രെൻഡിനെ ഇൻവേഴ്സ് ചെയ്യുമ്പോഴാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കൺസിഡർ ചെയ്യണത്. ഇവിടെ ബോഡി ക്യാൻസൽ ക്ലോസ്, ഇവിടെയാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയത്. ബട്ട് ഐ ഡി വെയിറ്റ് ഫോർ ദാറ്റ്. ഇവിടെ എനിക്ക് 79% എക്സ്റ്റൻഷൻ കൂടി എടുക്കാം. വാട്ട് ഇസ് ദാറ്റ് മീൻസ്? വാട്ട് ദാറ്റ് ഇൻഡിക്കേറ്റ്സ്, ഐ മീൻ ആ ഒരു കോൺസെപ്റ്റിന്, ഈ ഒരു ടൂളിന് has the same effect of an inverse fair value gap. Okay, so that's why I choose this, and inverse fair value gap actually made it. Okay, so ഇങ്ങനെ കണ്ടോ, ഞാനിപ്പോൾ ഓരോ കോൺഫ്ലുവൻസ് എടുക്കണുണ്ടോ, ലൈക്ക് വൈസ് കോണ ഗോ അപ്പ്, വൈസ് കോണ ഗോ ഡൗൺ, വൈസ് കോണ ഗോ അപ്പ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ എത്താം, ബട്ട് ഇസ് റിസ്കിയാ, ബിക്കോസ് ദിസ് ഇസ് ഹൈ ടൈം ഫ്രെയിം, ഐ മീൻ ഹൈ റെസിസ്റ്റൻസ് ലോസ് ഓൺ ലിക്വിഡിറ്റി. ഇപ്പോൾ ഇവിടെ എത്തണമെങ്കിൽ like it might go up, but it's obviously, I mean, has a high chance of sweeping these lows. അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കണേ, സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഇത്രയൊക്കെ വെച്ചേക്കണമെങ്കിൽ നമുക്ക് ഇതുവരെ ട്രൈ ചെയ്യാം. ബട്ട് റൈറ്റ് നൗ ഇറ്റ്സ് റൈറ്റ് ദയർ. ചാൻസ് ഉണ്ട്, ഇപ്പോൾ മാർക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് യാ, ദാറ്റ്സ് വൈ വിൻ ഇസ് എ വിൻ. ദെൻ ഞാൻ 1 മിനിറ്റ് നോക്കുമ്പോൾ തന്നെ ഇവിടെ കണ്ടോ, ലൈക്ക് ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ. ദിസ് ഇസ് 1 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇവിടെ റെസ്പെക്ട് ചെയ്തു കണ്ടോ, റെസ്പെക്ട് ചെയ്ത് ദിസ് ഇസ് എ ബിഗ് മൂവ്. എനിക്ക് എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, ഈ ഒരു ഇതെനിക്ക് എൻ്റർ ചെയ്തില്ല. ഐ വാസ് ടു സ്കേർഡ്, ഐ മീൻ, ബിക്കോസ് ഇവിടെ സ്വീപ്പ് ആയി കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യാം. ആൻഡ് റൈറ്റ് നൗ ദർ ആർ കുറേ ഫേക്ക് ഔട്ട്സ് വരുന്നുണ്ട്. ഓക്കെ, അത് കാരണം ശ്രദ്ധിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ട്രേഡ് എടുത്തില്ല, ഇവിടെ എൻ്റർ ചെയ്തായിരുന്നു, ബിക്കോസ് ദാറ്റ് റിജക്ഷൻ ഈസ് എ കൺഫർമേഷൻ. പ്ലസ് ദിസ് റിജക്ഷൻ ഈസ് ഓൾസോ കൺഫർമേഷൻ. ബട്ട് അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ വെച്ചെടുത്തു. എവിടെ വെച്ചെടുത്ത ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ചിട്ട്, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് എടുത്തത്. സോ വാട്ട് ഐ ഡു ഇസ് ഐ പ്ലേസ് മൈ സ്റ്റോപ്പ് ലോസ് ബിലോ ദിസ്, ബിക്കോസ് ഇത് ഇൻവേഴ്സ് ആയി കഴിഞ്ഞാൽ മൈ സ്ട്രാറ്റജി, മൈ കോൺസെപ്റ്റ് വാസ് റോങ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ പ്ലേസ് ചെയ്തു, എന്നിട്ട് 1:1 നോക്കി. ഓർ ലോജിക്കലി നോക്കുമ്പോൾ തന്നെ നമുക്ക് അടുത്ത ഹൈസ്, ദാറ്റ് ഇസ് ദിസ് വൺ.
ഇത് ഹൈ ടൈം ഫ്രെയിം ഹൈ റെസിസ്റ്റൻസ് ആണ്, ഹൈ റെസിസ്റ്റൻസ് ഡ്രോസ് ആണ്, ബട്ട് ഇറ്റ് ഹാസ് എ ഹൈ ചാൻസ് ബിക്കോസ് നമുക്ക് ഇത് കണ്ടോ ഇവിടെ വരുമ്പോൾ തന്നെ ഇത് പൊട്ടൻഷ്യൽ bearish assumption ഉണ്ടാകും. ലൈക്ക് ദാറ്റ് ഇസ് ഓൾസോ വൺ കോൺഫിഡൻസ് ദാറ്റ് ഇറ്റ്സ് ഗോണ ഹിറ്റ് ദാറ്റ് ഹൈസ്. അത് കാരണമാണ് അവർ ടി പി വെച്ചത്. ഓക്കെ, ഇറ്റ് മൈറ്റ് ഗോ അപ്പ്, ബട്ട് യാ ഐ മീൻ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും വിശ്വാസമുള്ളത് അതെടുക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ ആക്ച്വലി ലൈക്ക് ലോസിലാണ്. ഓക്കെ, ഐ മീൻ എ ബിഗ് ഡ്രോ ഡൗൺ. സോ അത് കാരണം ഫോർ മൈ സേഫ്റ്റി ഐ ഹാഡ് ഓൺലി ടേക്കൻ റൈറ്റ് ടിൽ ഹിയർ ബിക്കോസ് എനിക്ക് ഈ ഡ്രോ ഡൗണിൽ നിന്ന് പുറത്തിറങ്ങണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ 1:1 ഓൾമോസ്റ്റ് 1:1.19. യാ ദാറ്റ്സ് ദ റിസ്ക് റിവാർഡ്. അങ്ങനെയാണ് ഞാൻ എടുത്തിരുന്നത്. ഓക്കെ, so that's how I took the trade. So thank you for watching, and do like, subscribe, comment, yeah, and just mention your doubts and clear it. Okay, thank you.